UAE ചുട്ടുപൊള്ളുന്ന ചൂടില് മഴ പെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ട്രിപ്പ്. ഞാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കൂട്ടുകാരൊന്നിച്ച് UAE വെതർമാൻ്റെ ഗ്രൂപ്പിന്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നേക്കുന്നത് കേട്ടോ. മഴ നമ്മൾ ഫോളോ ചെയ്യണ കുറെ ഗ്രൂപ്പുകളാണ്, അതിന്റെ വണ്ടികളാണ് വരുന്നത്. ഇപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ ഇനി ഒരു കോൺവേ ആയിട്ട് ഇവിടുന്ന് പോകും. അത് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അപ്പൊ അവര് മഴ അന്വേഷിച്ചിറങ്ങിയാണ് ആൾക്കാർ വന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് മേലെ കാർമയം കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഈ ഒരു കാർമയത്തിനൊക്കെ നമ്മള് ഫോളോ ചെയ്ത് പോകാൻ പോകണം കേട്ടോ. ഫോളോ ചെയ്ത് പോയിട്ട് നമ്മൾക്ക് മഴ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ വന്നേക്കണത് ഷൗക്ക ഏരിയയിലേക്കാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ മീറ്റിംഗ് പോയിന്റ്. ഇവിടെ ഏകദേശം ഒരു 2 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. 4 ഡിഗ്രി ആണ് ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ. ഈ ചുട്ടുപൊള്ളുന്ന ചൂടിലും ഇവിടെ മഴ പെയ്യും എന്നാണ് ഈ വെതർമാൻ പ്രഡിക്റ്റ് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം മഴ പെയ്യാം. ആ കാർമേഘം കാറ്റില് ചെറിയ രീതിയിൽ അങ്ങോട്ട് ഷൗക്ക ഡാമിന്റെ ഏരിയയിലേക്ക് മാറി എന്ന് നമുക്ക് മെസ്സേജ് വന്നപ്പോൾ തന്നെ എല്ലാ വണ്ടികളും നേരെ ഷൗക്ക ഡാം ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഷൗക്ക ഡാമിന്റെ ഏരിയയിൽ വന്നത് ഈ ഒരു ഏരിയയിൽ മഴ പെയ്യുന്നതാണ് അവർ പ്രഡിക്റ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. കാർമേഘം കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ പെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഷൗക്ക ഡാം, അതുപോലെ മേലേക്ക് കാണുന്ന ആ ഒരു ഹൈക്കിംഗ് ഏരിയ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. കൽബ റോട്ടിലാണ് ഇപ്പൊ മഴ പെയ്യാൻ പോകുന്നത് എന്ന് മെസ്സേജ് വന്ന ഉടനെ തന്നെ എല്ലാ വണ്ടികളും ഇങ്ങനെ വരിയായിട്ട് കൽബ റോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർമേഘം കാറ്റിനനുസരിച്ച് എങ്ങോട്ടാണ് പോകുന്നത് അവരുടെ കയ്യിലുള്ള മാപ്പിൽ നോക്കിയിട്ട് അവർ പറയും. അതിനനുസരിച്ച് നമുക്ക് ഓരോ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മഴയെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മഴ പെയ്തുകൊണ്ട് കിട്ടാം. നമുക്ക് ഫസ്റ്റ് മഴ ഇപ്പൊ കിട്ടി. അവിടെ മഴ തെരഞ്ഞു വന്നേക്കുന്നതാണ്. അപ്പൊ നമുക്കിപ്പോ മഴ കിട്ടിയാണ് കൽബ റോട്ടില്. സൂപ്പർ മഴ കേട്ടോ. നോക്കി അല്ലിച്ച് കെട്ടി മഴയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇത് നമ്മള് മഴ അന്വേഷിച്ച് വന്ന് നമുക്ക് അടിപൊളി മഴ കിട്ടിയേക്കാം. അടിപൊളി മഴ, അടിപൊളി മഴ കേട്ടോ. ഒരു രക്ഷയില്ല മഴ, ഒരു രക്ഷയില്ല. എല്ലാവരും നല്ല പോലെ നനഞ്ഞു. തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലേ? അടിപൊളിയായില്ലേ? അടിപൊളി. 2 മണിക്ക് വന്നതാണ്. 2 മണിക്കൂർ മഴ കിട്ടുന്നത്. ഒറ്റപ്പൊളി മഴ, അടിപൊളി മഴ. നല്ല ഹെവി ആയിട്ടുള്ള ഒരു മഴയാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇടിവെട്ടി പെയ്യുന്ന ഒരു മഴയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ നല്ല ശക്തമായ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. അതേപോലെ ചെറിയ ചെറിയ ആലിപ്പഴങ്ങൾ അങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ നനഞ്ഞ് ആകെ നാട്ടിലൊക്കെ പോയി ഒരു മഴ നനയുന്ന ആ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഈ ഒരു 44 ഡിഗ്രി ചൂടുള്ള ഈ ഒരു UAE നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഏരിയയിലൊന്നും ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ മഴ പെയ്യുന്ന ഏരിയയിലേക്കുള്ള നമ്മുടെ ഈ യാത്രകളാണ് നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ ഒരു ട്രിപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇതേപോലുള്ള ഗ്രൂപ്പുകളെ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഈ മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഒരു സന്തോഷം കാണുന്നത് തന്നെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. മഴയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് മഴയെ ഫോളോ ചെയ്ത് ആ മഴ നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു ഫീൽ ഇതാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് കേട്ടോ. കഴിയുന്നവരെല്ലാവരും മാക്സിമം പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ ഈ ഒരു മലീഹ റോട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഫോസിൽ റോക്കിൻ്റെ അവിടെ എത്താറായപ്പോൾ തന്നെ ഈ ഒരു സാൻഡ് സ്റ്റോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പീക്കായിട്ടുള്ള ഒരു സ്റ്റോമാണ് അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനി പുതിയൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.